ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അപ്പം ഈ ഐറ്റത്തിൽ ഏതൊക്കെ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ തീരാനായിട്ടുണ്ട്, നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്നുള്ളതെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റായി നമുക്ക് അതിനായിട്ട് ജസ്റ്റ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഐറ്റത്തിൻ്റെ പേരൊരു MI ചാർജറിന് കൊടുക്കാം. ഓക്കെ, ഗ്രൂപ്പ് ഇപ്പോൾ ഒരു അതേഴ്സിന് സെലക്ട് ചെയ്തു. MRP ഒരു 500 കൊടുത്തു. സെയിൽസ് റേറ്റ് ഒരു 550 കൊടുത്തു. പിന്നെ നമുക്കൊരു പർച്ചേസ് റേറ്റ് ഒരു 400 കൊടുത്തു. ബാർകോഡ് ഒരു 123 ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഈ ഒരു ഐറ്റം സേവ് ചെയ്യാം. അപ്പോൾ ഇത് സേവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഇൻവെൻട്രിയിൽ സ്റ്റോക്ക് ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒരു ബാർകോഡ് വഴി സെർച്ച് ചെയ്യാം. ഇപ്പോൾ MI ചാർജറിൻ്റെ സ്റ്റോക്ക് 0 ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്കൊരു പർച്ചേസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു 1000 ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. നമുക്കിവിടെ ജസ്റ്റ് ബാർകോഡ് എൻ്റർ ചെയ്ത് നമുക്ക് ഐറ്റം ഫിൽറ്റർ ആയി കിട്ടും. അപ്പോൾ അതൊരു 10 എണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇൻവെൻട്രിയിൽ സ്റ്റോക്ക് ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് നമുക്ക് 10 ആയിട്ടുള്ളത് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഓരോ കസ്റ്റമർ വന്നിട്ട് ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സെയിൽ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ സ്റ്റോക്ക് കുറഞ്ഞു കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഒരു 5 എണ്ണം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടണം. അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റീഓർഡർ ലെവൽ എന്ന് പറയുന്നൊരു ബോക്സ് കാണാം. ഇവിടെ നമുക്ക് എത്ര സ്റ്റോക്ക് എത്തിയാലാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നമുക്ക് റിപ്പോർട്ടിൽ കാണേണ്ടതെന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5 പീസ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ട് കിട്ടണം, അതിൻ്റെ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനായി നമുക്കിവിടെ ഒരു സെറ്റിങ്സ് കൂടെ ഉണ്ട്. ഈ ഒരു സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഐറ്റംസ് നടന്നൊരു ടാബിലേക്ക് വരിക. ഇവിടെ നമുക്ക് റീഓർഡർ ഐറ്റം നോട്ടിഫിക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ റീഓർഡർ ലെവൽ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് സെയിൽ ചെയ്യാം. നമ്മുടെ ബാർകോഡ് എൻ്റർ ചെയ്തു. സ്റ്റോക്ക് ഞാനിപ്പോൾ നമുക്കൊരു 5 ആയി കൊടുക്കാം. 6 ആയിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു വിൻഡോ ഇപ്പോൾ ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ എപ്പോഴൊക്കെ ലോഗിൻ ചെയ്യുന്നു ആ ഒരു സമയത്തൊക്കെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് MI ചാർജർ, അതായത് സ്റ്റോക്ക് 4 പീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് നമ്മൾ 5 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് 5ൽ കുറയുമ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് റിപ്പോർട്ട്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐറ്റംസിൻ്റെ റിപ്പോർട്ട് ഉണ്ട് ഇവിടെ. ഇത് ക്ലിക്ക് കഴിഞ്ഞാലും ഇതുപോലെ റീഓർഡർ ഐറ്റംസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റീഓർഡർ ലെവലിനനുസരിച്ചിട്ട് അതിൽ കുറവുള്ള എല്ലാ ഐറ്റംസും നമുക്കിവിടെ ലിസ്റ്റ് ആവുന്നതാണ്. ഇത് നമുക്ക് എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിസേബിൾ ചെയ്യാൻ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിൽ ഈ ഒരു ഐറ്റം ടാബിൽ നമുക്കിതൊന്ന് അൺചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ പിന്നെ കാണാൻ സാധിക്കില്ല. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.